ഇരിക്കുന്നു. Are you happy? Yes. Are you satisfied? Yes. നിങ്ങൾ ഈ മേഖലയിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച് ഈ സ്ഥാപനത്തെ നല്ല നിലയിൽ എത്തിക്കണം. എൻ്റെ എല്ലാ സഹായങ്ങളും ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു. ഈ സൂപ്പർവൈസറി വിഭാഗം ജീവനക്കാർ എല്ലാ മാസവും ഇത് വിശകലനം ചെയ്യണം, ഇതിനെക്കുറിച്ച് പഠിക്കണം. എന്ത് സംശയം ഉണ്ടായാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. 24/7 എന്ന് ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിലാസം നിങ്ങൾക്ക് അറിയിക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ വിലാസം സ്ക്രീനിൽ കാണിക്കുന്നു. നിങ്ങൾക്ക് ആ വിലാസത്തിലേക്ക് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. റെഡിയ ഡയറക്ടർ എന്ന നിലയിൽ നമ്മളിത്തരം ക്ലാസ്സുകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 7 ആളാണ് പങ്കെടുത്തത്. അത്തരം ക്ലാസ്സുകൾ നമ്മളെ ബോർഡിൽ അവതരിപ്പിക്കുക. അപ്പോൾ സെക്രട്ടറി ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജീവനക്കാരിലേക്കൂടെ അത് പകരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുക. അവരെല്ലാവരും അവരുടെ ജീവിതമാർഗം ബാങ്ക് നന്നായി പോയാൽ മാത്രമേ അവരുടെ ജീവിതവും നന്നായി പോകും. ആർക്കും മോശമല്ല. ഈ പ്രസ്ഥാനത്തേക്ക് ബാങ്കിലേക്ക് വന്നുകൊണ്ട് ആരുടെ ജീവിതവും മോശമായിപ്പെട്ടിട്ടില്ല. നല്ലൊരു ക്ലാസ്സാണ് ഇവിടെ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം സാറ് ആധികാരികമായിട്ടാണ് മുഴുവൻ കാര്യങ്ങളോട് സംസാരിച്ചതെന്ന് എനിക്ക് പറയാനുള്ളത്. ആധികാരികമായി തന്നെ ചെയ്യേണ്ട പ്രവർത്തനത്തെ തന്നെ ഏത് തരത്തിൽ ഈ സ്ഥാപനം ഇനി മുന്നോട്ട് പോകണം എന്ന് സാറ് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതേ നിലയിൽ തന്നെ സാറ് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് 2013 മുതൽ നമ്മൾ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘമാണെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ അക്കൗണ്ട് സാറ് പറഞ്ഞു തന്നത്. അപ്പോൾ സാറ് നമ്മുടെ ബാങ്കിനെ പറ്റി നന്നായി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നന്നായി പഠിച്ച് നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് വിശദമായി തന്നെ പറഞ്ഞു തന്നു. സാറ് നമ്മുടെ പടിയോട്ടൽ ബാങ്കിനെ നന്നായി പഠിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് സാറ് നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നമുക്ക് വേണ്ടി ഒരുപാട് മോട്ടിവേഷൻ സാർ പറഞ്ഞു തന്നു. നമ്മുടെ സ്ഥാപനത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണത്. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരുപാട് മറന്നുപോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലേക്ക് തന്നു സാർ. ഇങ്ങനെയൊക്കെ ആവണം നമ്മളെന്ന് നമ്മൾ ഒന്നുകൂടെ ഓർപ്പിച്ചു തന്നു.